ഹലോ, ഇന്ന് നമ്മൾ ചക്ക പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് അതിൻ്റെ റെസിപ്പി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചക്ക അരിഞ്ഞ് വെച്ചു. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് കൊച്ചുള്ളി, വെളുത്തുള്ളി, നാളികേരം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ജീരകം, പച്ചമുളക് ഇവതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. നമുക്ക് നല്ല പോലെ അരയ്ക്കാൻ പാടില്ല. അവിയലിനൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണ പോലെ ഇതൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ചക്ക അരിഞ്ഞ് വെച്ചപ്പോൾ 2 കുരും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ചക്ക വേവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും 2 കുരു ഇടണം എന്നാണ് പറയണത് കേട്ടോ. അല്ലെങ്കിൽ ചക്ക പ്രാകും. ഇത്രയും മക്കളുണ്ടായിട്ട് എനിക്ക് ഒന്നിനും തന്നില്ലല്ലോ എന്നുകൊണ്ട് പ്രാകും അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ അപ്പം ഞാൻ അതിലേക്ക് 2 കുരും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അരപ്പൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നു. ഇനി ഇത് നമുക്ക് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അരപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് വേകാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അരപ്പ് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പും, ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ചക്ക വേകാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു വാഴയുടെ ഇല കൊണ്ട് മൂടിയിട്ട് വേവിക്കണമെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചക്കപ്പുഴുക്കിന്. അപ്പോൾ ഒരു കഷ്ണം ഇല എടുത്തിട്ട് വന്നു, അത് ഞാൻ മൂടി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ട് ഒന്നും കൂടി മൂടി വയ്ക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നല്ല ഇലയുടെയൊക്കെ വാടി വന്നൊരു നല്ല മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. അതിനെ അവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് വേകട്ടെ കേട്ടോ. അപ്പോൾ അധികം തീ വേണ്ട, പടി പിടിക്കും. അപ്പോൾ കുറേശ്ശെ തീയിട്ട് നമ്മുടെ ഇലയൊക്കെ നല്ലപോലെ വാടി വന്നു. ഇനി ഇല പൊന്തിച്ച് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ഉടച്ച് ചക്ക ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോഴാണ് ചക്കപ്പുഴുക്കിന് നല്ല രുചി. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി മൂടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു തുണ്ടമീനാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് തേങ്ങാപ്പാലൊഴിച്ച് കറി വയ്ക്കാം. അപ്പം അതിനായിട്ട് മീനൊക്കെ വൃത്തിയാക്കി എടുത്തു, കഴുകി. അതിലേക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം കുടംപുളി എടുത്തു. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. നല്ല പോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണ്, കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല പോലെ ഒന്ന് കൂട്ടി തിരുമ്മി കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരകി പാല് പിഴിഞ്ഞിട്ട് വരാം. അപ്പം നമുക്കിന്നൊരു മൂവാണ്ടൻ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ട് ഞാൻ ഇത്തിരി ഒരു അരഭാഗം സബോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ കുടംപുളി ഞാൻ അതിനൊരു കഷ്ണം എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ അതൊക്കെ കൂട്ടി യോജിപ്പിച്ച് അവിടെ വെച്ചു. അതവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഉടച്ച് ചിരകി പാല് കൊണ്ടുവരാം. അപ്പോൾ 1-ാം പാല് മാറ്റി വെച്ചു, 2-ാം പാല് എടുത്തു. അത് നമുക്കിതിലേക്ക് കറി വേകാനുള്ള വെള്ളം, മീനൊക്കെ വേകാനുള്ള വെള്ളത്തിനുള്ള പാല് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പാല് പോരാന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു. എന്നിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ചാറൊക്കെ നല്ലപോലെ വറ്റി ഒന്ന് കുറുതായി വരുമ്പോൾ വേണം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കറിയൊക്കെ നല്ലപോലെ തിളച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി മീനെല്ലാം വെന്ത് വരുമ്പോൾ വേണം നമുക്ക് 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളയ്ക്കണ്ട കേട്ടോ. അപ്പോൾ അത് പിരിഞ്ഞു പോവും, വെള്ളം പോലെയാവുക കറി. അപ്പം നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ ഒരു തള വന്ന് തുടങ്ങണം. തിളയ്ക്കാനും പാടില്ല, എന്നാൽ പാല് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന ശേഷം മാത്രം ഇത് ഇറക്കി വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം ചവയ്ക്കും. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടായി തള ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നല്ല കൊച്ചുള്ളി അരിഞ്ഞത് കേട്ടോ, ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു അല്പം മുളക് പൊടി, അധികമൊന്നും വേണ്ട, ഒരു സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം മുളക് പൊടി ഇട്ട് അപ്പം തന്നെ അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കറി വാങ്ങി വെച്ചതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ നല്ല തേങ്ങാപ്പാൽ ചേർത്ത
തുണ്ടമീൻ കറി ഇവിടെ റെഡിയായി കേട്ടോ. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഇപ്പം നമുക്ക് ഇന്ന് ചോറ് വിളമ്പാം. അപ്പോൾ ചോറ് വിളമ്പി അതിൻ്റെ കൂടെ നമുക്കിന്ന് ചക്കപ്പുഴുക്ക് കേട്ടോ. ചക്ക നല്ല ടേസ്റ്റുള്ളൊരു ചക്കപ്പുഴുക്ക്. അപ്പം ചക്കപ്പുഴുക്ക് വിളമ്പാം. ചക്കപ്പുഴുക്ക് കുറച്ചും കൂടി വിളമ്പി ചക്കയുടെ കൂടെ ചോറും മീൻകറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ചക്കപ്പുഴുക്കും മീൻകറിയും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ രുചിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ചക്കയുടെയും ചോറിൻ്റെയും കൂടെ നമുക്ക് ഈ മീൻ ചാറ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നമുക്കപ്പോൾ അടിപൊളിയായിട്ടിന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ചാറ് പോരാൻ തോന്നി. അപ്പോൾ ചക്കപ്പുഴുക്കിൻ്റെ മുകളിലും കൂടി ഇത്തിരി ചാറ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കേ.